സ്വർണമോ വെള്ളിയോ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളുടെ കയ്യിലുള്ളത് നിനക്ക് തരാം. എന്താണെന്നല്ലേ? ഒരിക്കൽ യേശുവിൻ്റെ 2 ശിഷ്യന്മാർ ഒരു ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഭിക്ഷ യാചിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ശിഷ്യന്മാരെ നോക്കിയപ്പോൾ ശിഷ്യന്മാർ അവരോട് പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, അവരുടെ കയ്യിൽ ഇല്ലാത്തതിനെക്കുറിച്ചും 2, അവരുടെ കയ്യിൽ ഉള്ളതിനെക്കുറിച്ചും. എന്താണ് അവരുടെ കയ്യിൽ ഇല്ലാതിരുന്നത്? സ്വർണമോ വെള്ളിയോ കൊടുക്കുവാൻ അവരുടെ കയ്യിൽ ഇല്ലാതിരുന്നു. എന്നാൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒന്നാണ് യേശുനാമം. അവിടെ യേശുനാമത്തിൽ അവനോട് എണ്ണീറ്റ് നടക്കാൻ പറയുകയും അങ്ങനെ അവന് സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ കടന്നു ചെല്ലുന്നവരെല്ലാം അവനൊരു പക്ഷേ പല വിധത്തിലുള്ള ഭൗതികമായ കാര്യങ്ങൾ കൊടുത്ത് വർഷങ്ങളായി അത് മേടിച്ച് അവനങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ശിഷ്യന്മാരെ അവൻ്റെ അടുത്ത് ചെന്നിട്ട് എന്നേക്കുമായി അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിച്ച ഒരു കാര്യം അവന് കൊടുക്കുന്നത്. എന്താണ്? എണ്ണീറ്റ് നടക്കുവാൻ, നിൽക്കുവാൻ, ഓടുവാനുള്ള ഒരു കഴിവ് അവനവിടെ കൊടുക്കുക. അതവർ കൊടുത്തത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. അതാണ് അവർ പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ നിനക്ക് തരാൻ ഞങ്ങളുടെ കയ്യിലില്ല, പകരം യേശുവിൻ്റെ നാമത്തിൽ എണ്ണീൽക്കുക. സ്നേഹമുള്ളവരെ, ഒരു പക്ഷേ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലരും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഭൗതികമായ വസ്തുക്കളായിരിക്കില്ല. പകരം നമ്മുടെ സ്നേഹം, സ്വാന്തനം, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല കൈത്താങ്ങ്, ഇതൊക്കെയായിരിക്കും. നമ്മൾ സ്വർണമോ വെള്ളിയോ അല്ലെങ്കിൽ ഭൗതികമായ എന്തു കൊടുക്കുന്നതിനേക്കാളും വലുതായിരിക്കും അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഈ സ്വാന്തനം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഒരു വാക്കായിരിക്കാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഒരു തലോടലായിരിക്കാം ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ നമ്മളുടെ ഒരു സംസാരമായിരിക്കാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. ഈ ലോകത്തിൽ എല്ലാ മനുഷ്യനും ആവശ്യമുള്ളത് ഭൗതികമായ വസ്തുക്കളല്ല, സ്വർണമോ വെള്ളിയോ സമ്പത്തോ ഒന്നുമല്ല. പകരം നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? കർത്താവായ യേശുവിൻ്റെ നാമം. ആ നാമം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്താൽ അനേകരെയും ജീവിതത്തിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നാം ചിന്തിക്കുന്നത് ഭൗതികമായിട്ടാണ് പലരും നമ്മളിൽ നിന്ന് പലരും ആഗ്രഹിക്കുന്നതെന്ന്. എന്നാൽ ഭൗതികമായിട്ടുള്ളതിനേക്കാൾ ഉപരിയാണ് ആത്മീയമായ ഒരു മനുഷ്യന് നിറവ് കൊടുക്കുവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ജന്മനാ മുടന്തനായിരുന്ന ആ മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി തിരിച്ചു വരുവാനുള്ള വലിയൊരു അവസരമാണ് ആ ശിഷ്യന്മാർ അവന് പകർന്നു കൊടുക്കുന്നത്. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനേകർക്ക് സൗഖ്യം കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ യേശു നിറഞ്ഞു നിൽക്കണം. നമ്മളിൽ നിന്ന് പലരും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. അതാണ് ശിഷ്യന്മാർ പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് ഇതൊക്കെയാണ്. എന്താ ഇല്ലാത്തത്? സ്വർണവും വെള്ളി. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് ഞങ്ങൾ നിനക്ക് തരുന്നു. ആ ഉള്ളതാണ് പലരും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇല്ലാത്തതൊന്നും ഉണ്ടാക്കി നമ്മൾ ആർക്കും കൊടുക്കണ്ട. നമ്മുടെ കയ്യിൽ ഉള്ളത് നമ്മൾ കൊടുത്താലും മതി. ആ ഉള്ളത് കൊടുക്കുമ്പോഴാണ് അതിൽ ദൈവം സംപ്രീതനായി തീരുന്നത്. അതാണ് നമ്മൾ വിധവയുടെ ചെല്ലിക്കാശിനെക്കുറിച്ച് ബൈബിളിൽ കാണുന്നത്. വലിയ വലിയ കാര്യങ്ങൾ അനേകർ ഭണ്ഡാരപ്പെട്ടിയിലിട്ടപ്പോൾ ആ വിധവയുടെ ചെറിയ ചില്ലിക്കാശിനാണ് ദൈവം അവിടെ വില കൽപ്പിക്കുന്നതായി കാണുന്നത്. കാരണം ഉള്ളതാണ് അവളിട്ടത്, ഉണ്ടാക്കിയിടുകയല്ല അവൾ ചെയ്തത്. അവളിൽ ഉണ്ടായിരുന്നത് അവൾ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം അവൾ മാറ്റിവെച്ച് അതിലിട്ടപ്പോൾ അതിനാണ് വലിയ വിലയുണ്ടായിത്തീർന്നത്. സ്നേഹമുള്ളവരെ, ഇന്നും നമ്മുടെ എല്ലാം ജീവിതത്തിൽ അനേകരെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. അതെ, ശിഷ്യന്മാർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് നിനക്ക് തരുന്നു. നമുക്കും പകർന്നു കൊടുക്കാം കർത്താവായ യേശുവിനെ. അങ്ങനെ അനേകരെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉള്ളവരാകട്ടെ. അങ്ങനെ അനേകരെ ജീവിതത്തിൽ പ്രകാശമുള്ളവരായിരിക്കട്ടെ. കാരണം യേശു ലോകത്തിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശത്തെ നമുക്കും മറ്റുള്ളവരിലേക്ക്
പകർന്നു കൊടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.